പാടത്തിലോട്ട് വെള്ളം അടിച്ച് വിടുന്ന വെള്ളമാണ് കേട്ടോ. അതായത് ഈ തോട്ടിൽ നിന്ന് പാടത്തിലേക്ക് വെള്ളം കയറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളീ കാണുന്നുണ്ടോ, നല്ല വിളഞ്ഞൊരു നെൽപ്പാടമാണ്. അപ്പോൾ നമ്മളിന്ന് ചൂണ്ടയിടാൻ വന്നിരിക്കുവാണ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ചേറുമീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചേറുമീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടോ, ഇതിൻ്റെ പുറകിലൊരു തോടാണ്. ഈ തോട്ടിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറ്റുവാണ്. അപ്പോൾ ഇത് കൊയ്യാറായിട്ടില്ല, കൊയ്യാറായി വരുന്ന കിടക്കുന്ന സ്വർണ്ണ നിറത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നെൽപ്പാടാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് യൂസ് ചെയ്യുന്ന റോഡും റീൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചൂണ്ടയിടുന്നതിന് മുമ്പ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത് പെൻ സ്ക്വാഡ്രൺ 7 ഫീറ്റ് ഫിഷിംഗ് റോഡും ഷിമാനോ സെഡോണ C5000 XG. ലൈൻ ഒരു ലോക്കൽ ലൈനാണ്, അതുകൊണ്ടാണ് നമ്മൾ ലൈൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതുപോലെ നമ്മൾ റബ്ബർ ഫ്രോഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫിഷിങ്ങിൻ്റെ പ്രോഡക്റ്റൊക്കെ മേടിക്കാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ സാധനം അവൈലബിൾ ആണ്. www.fishingfreaks.in എന്ന് പറഞ്ഞ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പയ്യെ ചൂണ്ടിടാൻ തുടങ്ങാം കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല കൃഷിയുള്ളൊരു ചെറ. നമ്മുടെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചു ചേറുമീൻ പിടിക്കുന്ന ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ സ്നേക്ക് ഹെഡ് എങ്ങനെ ഉള്ള ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. അത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഞാൻ വരുന്നിടത്ത് തന്നെ വന്ന് ചൂണ്ടയിടണമെന്നൊന്നുമില്ല. നമുക്ക് സ്ഥിരമായിട്ട് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്പോട്ടിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, കുറേ പുല്ലുണ്ട്, അതുപോലെ തന്നെ കുറേ ആമ്പലുണ്ട്, ഇതിനിടയ്ക്ക് മുള്ളമ്പായലുണ്ട്, പിന്നെ പോളയുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ചേറുമീൻ പോലെയുള്ള മീനുകൾക്ക് ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു ടെറിട്ടറിയാണ്. അതിനിടയ്ക്ക് മീൻ അവിടെ നിന്നൊക്കെ വരും. നമ്മുടെ എല്ലാവരും വീഡിയോയ്ക്ക് അത് സ്പോട്ട് ചോദിക്കാറുണ്ട്. അത് പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ചില സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മളറിയാവുന്ന കുറച്ച് ആളുകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. സ്പോട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ആൾക്കാരവിടെ പോയിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് കേൾക്കാൻ തുടങ്ങി. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ തെങ്ങിൽ ഇപ്പോൾ നമ്മൾ ഈ ചെറിയ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തെങ്ങുണ്ട്. അവിടുത്തെ തെങ്ങിൽ നിന്ന് കരിക്കിടുക, അല്ലെങ്കിൽ പിന്നെ കാസ്റ്റ് ചെയ്യാനായിട്ട് വാഴക്കൈ ഒടിക്കുക, വാഴ ചവിട്ടി മറിക്കുക, ഓലയുടെ കൈ പിടിച്ച് വലിച്ചൊടിച്ച് കെട്ടി വെക്കുക. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ആയപ്പോഴേക്കും നമുക്ക് സ്പോട്ട് റിവീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കാര്യം ആൾക്കാർ പോയിട്ട് ഇപ്പോൾ ഇപ്പം ഒരു 100 പേര് പോകുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഒരാളായിരിക്കും ഇങ്ങനത്തെ കാര്യം ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരാൾ മതി, നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാതിരിക്കേണ്ട. അതുകൊണ്ട് നമ്മൾ സ്പോട്ട് റിവീൽ ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് 2 ടൈപ്പ് ഫ്രോഗാണ് റബ്ബർ ഫ്രോഗ് യൂസ് ചെയ്യുന്നത്, വലുപ്പത്തിനനുസരിച്ച്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു വലിയ ഫ്രോഗും ഒരു ചെറിയ ഫ്രോഗ്. ദൂരെ എവിടെയെങ്കിലും ലോങ് കാസ്റ്റ് ചെയ്യേണ്ടപ്പോൾ മാത്രമാണ് നമ്മൾ വലിയ ഫ്രോഗ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ചെറിയ ഫ്രോഗാണ്. കാര്യം മീൻ അടിച്ച് കഴിഞ്ഞാൽ മീൻ മിസ്സാവാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഒരു 10 ഇഞ്ചുള്ള ലീഡർ ലൈൻ ഒരു സിവിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അറ്റത്തൊരു ഫാസ്റ്റ് ആച്ചിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ലൂർ മാറ്റി ഉപയോഗിക്കാം. അപ്പോൾ അതിനാണ് ഫാസ്റ്റ് ആച്ച്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലൂറോ കാർബണാണ് കേട്ടോ. കാരണം ഇൻ കേസ് നമുക്ക് അടിക്കുന്ന മീൻ വല്ല വാകയോ നല്ല പല്ലുള്ള വരാലൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്രൈഡ് ഡയറക്റ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈഡ് പൊട്ടിപ്പോകുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലൂറോ കാർബണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഈ തെളിഞ്ഞ സ്ഥലം, അവിടെ മീൻ കാണാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അത് വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ്. അവിടെ ഒരിക്കലും സ്നേക്ക് ഹെഡ് പോലെയുള്ള മീനുകൾ നിൽക്കത്തില്ല. മീൻ നിൽക്കാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞത് ഇതായിരിക്കും. ഈ തെളിവിൽ നിന്ന് മാറി ഇച്ചിരി അകത്തേക്ക് കയറി സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലം ഉണ്ട്. അവിടെ മീൻ വെള്ളം എടുത്ത് പോകണ്ടോ. അവിടെ മീൻ ഉണ്ടെന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഒരു 99% ഉറപ്പാണ്. നമ്മുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് അവിടെ ഒരു ചേറുമീനോ വരാൽ എന്തെങ്കിലും കാണാതിരിക്കത്തില്ല. അപ്പോൾ വെള്ളം എടുത്ത് പോവുകയും ചെയ്തു. നമ്മൾ അങ്ങനെയുള്ള സ്ഥലം കണ്ടുപിടിച്ചാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലൂസ് ഡ്രാഗ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഉറപ്പായിട്ട് മീൻ മിസ്സാകും. അതായത് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത്, മീനിനെ ഹുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മുടെ ഡ്രാഗ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്ന പോലെ. കാരണം അങ്ങനെ ഇട്ടാൽ നമ്മുടെ റീലിന് നല്ലതാണ്. ഓക്കെ, അപ്പോൾ കാസ്റ്റ് ചെയ്യാം. നമ്മൾ ആ പുല്ലേലോട്ടാണ് എറിഞ്ഞിട്ടിരിക്കുന്നത്, ഡയറക്റ്റ് വെള്ളത്തിലോട്ടല്ല എറിഞ്ഞിട്ടിരിക്കുന്നത്. ഇനി പയ്യെ ആ പുല്ലേൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറക്കി ഒരു സ്ലോ ആയിട്ടുള്ള റിട്രൈവൽ, ഒത്തിരി ഫാസ്റ്റ് ആയിട്ടുള്ള റിട്രൈവൽ ഒന്നുമല്ല, സ്ലോ റിട്രൈവൽ. ഉണ്ടോ, ചെറിയ സ്ലോ റിട്രൈവ് മതി, ഒത്തിരി സ്പീഡിലൊന്നും റിട്രൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് നേരം കാസ്റ്റ് ചെയ്യുക, ഒരു 5-10 കാസ്റ്റെങ്കിലും ചെയ്യുക. കാരണം മീൻ പുല്ലിനകത്തൊക്കെ ആണെങ്കിൽ അത് ഇറങ്ങി വരാനായിട്ടുള്ളൊരു ഗ്യാപ്പ് കൊടുക്കുക. അവിടെ ഒരു മീനുണ്ട്, ഉറപ്പാണ്. അവിടെ ഒരു മീനുണ്ട്, അതിന് നമ്മൾ അടുപ്പിക്കുകയും ചെയ്യും. നമുക്ക് മീൻ അടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവനെ കയറ്റണമെങ്കിൽ യെസ് ചെറുമീൻ. നല്ല കിടുക്കാച്ചി ഹുക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പയ്യെ ലാൻഡ് ചെയ്യിച്ചാൽ മതിയായിരുന്നു. കമാൺ.
ആഫ്റ്റർ എ ലോങ് ടൈം നമ്മുടെ ചാനലിൽ നമ്മൾ ചേർമീൻ പിടിക്കുന്ന വീഡിയോ ഇടുമ്പോൾ എല്ലാവരും പറയുന്ന ഇപ്പോഴത്തെ ഡയലോഗാണ്, സ്ഥിരം ചേർമീൻ പിടുത്തം മാത്രമുള്ളല്ലോ ചേട്ടാന്ന്. സത്യം പറഞ്ഞാൽ ചേർമീൻ പിടിക്കാൻ പോയിട്ട് കുറേ നാളായി. പണ്ടത്തെ വീഡിയോസ് കണ്ടിട്ടാണ് ആൾക്കാരങ്ങനെ പറയുന്നത്. കാരണം നമ്മൾ ലാസ്റ്റ് ആണെങ്കിൽ തന്നെ ചെമ്പല്ലി, അതിന് മുമ്പ് ഒരു കറുപ്പ്, അതിന് മുംബൈയിലെ വീഡിയോ, അങ്ങനെ നമ്മൾ ചേർമീൻ്റെ വീഡിയോ ഇട്ടിട്ടേ ഇല്ല. അടിപൊളി മാൻ. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു ചേർമീൻ പിടിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യണം. കാരണം ചേർമീൻ്റെ സ്ട്രൈക്ക് കാണാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെള്ളത്തിൻ്റെ മേളിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന അപൂർവം മീനുകളിലൊന്നാണ് സ്നേക് ഹെഡ്. അപ്പം നമുക്കിതിനെ പയ്യെ ഊരിയെടുക്കാം. വളർക്കടാ, കണ്ണിക്കൂടെയാണ് കേട്ടോ കയറിയിരിക്കുന്നത്. നല്ല ഹുക്കായിരുന്നു, അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. ഓക്കെ, നമ്മുടെ ഫ്രോഗ് കീറിയിരിക്കുകയാണ്. കാരണം ഫ്രോഗ് ഇതിലോട്ട് കയറിപ്പോയി, ബ്രൈഡിലോട്ട് കയറിപ്പോയി. നമ്മുടെ ഫ്രോഗ് കുറച്ച് കീറി, പക്ഷെ കുഴപ്പമില്ല. കണ്ടല്ലോ, കിടുക്കാച്ചി നല്ല സൂപ്പർ ചേർമീൻ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. വെള്ളത്തിൽ നിന്ന് കയറി വന്നേ ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിയുടെ ഫിന്നൊക്കെ നല്ല വിടർന്നിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഒരു ഇനം സ്നേക് ഹെഡ്, നമ്മുടെ നാട്ടിൽ ചേർമീൻ എന്ന് പറയുന്ന മീൻ. അപ്പോൾ നിങ്ങളിത് നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ നാടൻ വരാലും ചേർമീനും വാകയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ചേർമീൻ എന്ന് പറയുമ്പോഴേക്ക് ഇതുണ്ട് ഒരു ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡും അതുപോലെ ദേഹത്ത് ഇതുപോലെ പുള്ളിയും കാണും. എന്നാൽ നിങ്ങളിതിന് മുമ്പത്തെ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, വരാലിന് അങ്ങനെ ഒരു സംഭവമില്ല. വാകയുടെ വീഡിയോ, നിങ്ങളിതിന് മുമ്പത്തെ ഒരു വീഡിയോ നമ്മുടെ വാക ഇതിൽ നിന്ന് മൂന്നിൽ നിന്നും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പം ഈ മീനുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത്രയും വലിയൊരു വായാണ് ഈ മീനിൻ്റെ. അതായത് ഈ മീനിൻ്റെ വാ ഓൾമോസ്റ്റ് നല്ല വലുപ്പമുണ്ട്. ഇതിൻ്റെ വായിൽ ഒതുങ്ങുന്ന ജീവനുള്ള എല്ലാ സാധനങ്ങളെയും ഇത് കഴിക്കും, ഇത് ഭക്ഷണമാക്കും. അപ്പോൾ ഒരു വളരെ വലിയൊരു പ്രൊഡക്ടറാണ് വെള്ളത്തിൽ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു മിസൈൽ പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഇതിൻ്റെ. ഇത് കണ്ടോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇവർക്ക് നല്ല സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവരുടെ ഫിന്നൊക്കെ കണ്ടോ, ഇത്രയും വലിയ ഫിന്നാണ് കണ്ടോ. വാലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ വാലൊക്കെയാണ്. അപ്പം ഇത്രയും വലിയൊരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഈ മീനിന് വെള്ളത്തിലെ മൊബിലിറ്റി എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഫാസ്റ്റാണ്. അത് അറിയണമെങ്കിൽ നമ്മുടെ കണ്ണഞ്ചാളുടെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കറക്റ്റായിട്ട് സ്ലോ മോഷനിൽ അക്യൂറത്തിലിട്ട് ഇത് മീൻ പിടിക്കുന്ന എടുക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാം എത്രത്തോളം ഫാസ്റ്റാണ് ഈ മീനുകൾ. പിന്നെ ഈ മീനിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വയറെന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടം വരെയുണ്ട്. നമ്മളിതിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചറിയാം, ഇവിടം വരെയുണ്ട് ഈ മീനിൻ്റെ വയറ്. അപ്പം ഈ ഒരു വലുപ്പത്തിലുള്ള മീനുകളെ ഇതിന് കഴിക്കാൻ പറ്റും. എത്ര വലിയ മീനിനെ കഴിച്ചാലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ഈ മീനിൻ്റെ കേട്ടോ. അവൻ ചത്തിട്ടില്ല. നമുക്കിനി ഇതിനൊന്ന് തൂക്കി നോക്കണം. കൂടത്തി ഇവൻ്റെ ലെങ്തും കൂടെ നമുക്ക് അളക്കാം. ഏകദേശം ഒരു 18 ഇഞ്ച്, 19 അല്ല 18 ഉണ്ടോ, കൃത്യം 18. വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പോൾ വിചാരിക്കും ഞാനിത് മനഃപൂർവ്വം നേരത്തെ അളന്നിട്ട് കറക്റ്റാക്കി പറയാൻ വേണ്ടി പറഞ്ഞു തന്നെ. അങ്ങനെയൊന്നും അല്ല. കാരണം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ മീനിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കിത് കാണുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇതിൻ്റെ. അപ്പോൾ വെയിങ് മെഷീൻ, വില കുറഞ്ഞൊരു വെയിങ് മെഷീൻ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്യുന്നൊരു മെഷീനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മേടിക്കാനേ ഉള്ളൂ. ഓക്കെ, ഉണ്ടല്ലോ 1.20, 1.200, ഏകദേശം 1.5 കിലോ അടുത്ത്. വലിയ കുഴപ്പമില്ലാത്ത സൈസാണ് കേട്ടോ. സമയം ഏകദേശം 5:30, സന്ധ്യ മയങ്ങുന്നു. അപ്പം നമ്മൾ പയ്യെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് നമുക്ക് കിട്ടിയ മീനൊക്കെ ആയിട്ട്. അങ്ങനെ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. വളരെ ഭംഗിയുള്ളൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ, നല്ല കതിരായിട്ട് കിടക്കുന്ന നെൽപ്പാടം. സമയം ഏകദേശം 5:30, നല്ല കാറ്റുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ, അത് ഫിഷിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂട്ടത്തിൽ ഒരു ഡിന്നറിന് പോകുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂട്ടത്തിൽ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നതോ, ക്രിക്കറ്റ് കളിക്കുന്നതോ, ഫുട്ബോൾ കളിക്കുന്നതോ എന്തോ ആയിക്കോട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നതോ, അല്ലെങ്കിൽ നമ്മൾ ജീവിതം എൻജോയ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഒരു റോബോട്ടിനെ പോലെ നമുക്കങ്ങനെ ജീവിച്ചു പോകാം. ഇപ്പോൾ നിങ്ങളീ കണ്ടോ, എന്ത് ഭംഗിയുള്ളൊരു വ്യൂ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതിൻ്റെ സൗന്ദര്യം എന്താണെന്നോ, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് എന്നെ ഇത്ര അട്രാക്റ്റ് ചെയ്യുന്നതെന്നോ. കാരണം കൊച്ചിലെ മുതൽ ഇതൊക്കെ കണ്ടു വളർന്നുകൊണ്ടാകാം. ഇത് കണ്ടോ, നല്ല കതിരായി കിടക്കുന്ന നെല്ലാണ് കേട്ടോ, നല്ല നെൽക്കതിര്. നമുക്ക് നാളെ കഴിക്കാനായിട്ട് ആരൊക്കെയോ കഷ്ടപ്പെട്ട് ചേർന്ന് കൃഷി ചെയ്തുണ്ടാക്കിയിരിക്കുന്നതാണ്.
അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോകുമ്പോഴേക്കും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഇന്നത്തേക്കും ടെൻഷനൊന്നുമില്ല. കാരണം ഉണ്ടായിരുന്ന ടെൻഷനും പ്രഷറും എല്ലാം നമ്മൾ റിലീസ് ചെയ്തു. അപ്പോൾ ഇനി നേരെ വീട്ടിൽ ചെന്നിട്ട് മമ്മീനെയും അമ്മച്ചീനെയും സാനിനെയും എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് നമുക്ക് ഈ മീനിനെ അങ്ങോട്ട് കറി വെക്കുകയോ വറക്കുകയോ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അമ്മച്ചി കിട്ടി കൂവിനാടു ഭരിച്ച മജിതിപ്പോൾ അമ്മച്ചിനോട് മഞ്ഞൾ ഇതന്നെ അമ്മച്ചി മഞ്ഞൾ എന്നെ എടുക്കുക. മഞ്ഞൾ ഇത് വാട്ടി ഉണക്കാം. പപ്പ 5-6 വെട്ടിയിട്ട് നമ്മുടെ പോയായിരുന്നു. നമ്മുടെ ചെറുമീൻ റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പം നമ്മൾ പയ്യെ ഇവനെ വെട്ടാൻ പോകണം കേട്ടോ. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് മമ്മി മീൻ വെട്ടുന്ന കാണിച്ചു തരാം. അപ്പോൾ മീൻ നന്നായിട്ട് വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നല്ല വൃത്തിയായിട്ട് മീനിനെ കഴുകാം. ഒരു 3 പ്രാവശ്യം നല്ല വൃത്തിയായിട്ട്. അപ്പോൾ അതിന് നമ്മളൊരു ഇച്ചിരി നാരങ്ങ നീരും അതിലേക്കൊരു സ്വല്പം ഉപ്പും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സാധാരണ മീനുകളിലെ ഉളുമ്പൊക്കെ നന്നായിട്ട് പോകും. അപ്പോൾ നമ്മൾ വീട്ടിലതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിച്ചൊരു 3 പ്രാവശ്യം കഴുകി കഴിയുമ്പോഴേക്കും മീൻ നല്ല വൃത്തിയാകും. അപ്പോൾ നമ്മൾ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പയ്യെ മസാല ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വെറും കുക്കിംഗ് അല്ല. അത് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മുടെ ചാനലിൽ ഇമ്പോർട്ടൻസ് വേറെ പലതുമാണ്. അപ്പം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ പോകുന്നു. അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആസ് യൂഷ്വൽ കുറച്ച് കുരുമുളക് പൊടി. അതിനുശേഷം കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ. ഇവിടെ പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഇഞ്ചിയുടെ മേളിൽ അല്ലെങ്കിൽ ഈ കറിവേപ്പിലയുടെ മേളിൽ ഇങ്ങനെ മീൻ വെക്കുമ്പോഴേക്ക് മീൻ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. പിന്നെ മീൻ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അമ്മച്ചിക്ക് മരുന്നൊക്കെ കഴിക്കേണ്ടതുകൊണ്ട് അമ്മച്ചി നേരത്തെ ഫുഡ് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി കൊഞ്ച്, നമ്മൾ കഴിഞ്ഞ ദിവസം ചൂണ്ടയിട്ട് പിടിച്ച കാരി, ചൂണ്ടയിട്ട് പിടിച്ച ചെറുമീൻ അല്ലേ അമ്മച്ചി? ചൂടുണ്ടോ അമ്മച്ചി? കൊള്ളാം. ദിവസം തോറും ഇരിക്കും തോറും രുചി കൂടി കൂടി വരിക. ഞാൻ പിന്നെ സ്ഥിരം ടേസ്റ്റ് ചെയ്യണം. എന്നാലും പേരിന് ഒരു ഇച്ചിരി ടേസ്റ്റ് ചെയ്യാം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏത് മീനിനെ പിടിക്കുന്നു, എങ്ങനെ കറി വെക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു മാറ്ററേ അല്ല. നമ്മൾ എന്ത് ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചാലും അത് കഴിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുറച്ച് ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഭക്ഷണത്തിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഏറ്റവും ടേസ്റ്റുള്ള ഭക്ഷണം എൻ്റെ മുമ്പിൽ എടുത്തു വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നൊരവസ്ഥ എന്നെക്കുറിച്ച് സത്യം പറയാൻ ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, നമ്മളത് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മുടെ വീഡിയോയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുക്കിംഗ് അല്ല, കുക്കിംഗ് നമ്മുടെ പരിപാടിയേ അല്ല. നമ്മുടെ വീഡിയോയ്ക്ക് അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റു പലതാണ്. അത് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊന്നുമില്ല. താങ്ക് യു സോ മച്ച്.